നമസ്കാരം പ്രിയപ്പെട്ടവരെ, ചാമക്കാല മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ യൂട്യൂബ് ചാനൽ 1000 സബ്സ്ക്രൈബർ തികഞ്ഞു, 1100 ഇത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഇതിനു മുൻപ് ഞാനൊരു ചാനൽ തുടങ്ങി, അതിനകത്ത് കുറേ വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇട്ട് കുറച്ച് 1500 സബ്സ്ക്രൈബറായി കഴിഞ്ഞപ്പോൾ എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടി. ആ മോണിറ്റൈസേഷൻ കിട്ടിയതിന് ശേഷം പിന്നെ ഒരു മാസത്തോളം ഞാൻ വീഡിയോകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് റീയൂസ്ഡ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ചാനൽ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതിനുശേഷമാണ് ഞാൻ ഈ ചാമക്കാല മീഡിയ എന്ന് പറയുന്ന ഒരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഇതിനു മുമ്പുള്ള ചാനലിൽ ഞാൻ ചെയ്ത പാട്ടുകളും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഇട്ടിരുന്നു. പക്ഷേ അതിനകത്ത് ഈ റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നത് എവിടെ നിന്നാണെന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും രണ്ടാമത് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ വന്നു. അപ്പോൾ ഞാൻ ആ 3 മാസം കാത്തിരുന്നതിന് ശേഷം വീണ്ടും ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും അത് റിജക്റ്റായി. അപ്പോൾ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ മറ്റുള്ള വീഡിയോസിൽ നിന്ന് എടുത്തിട്ട് ഓരോ ക്ലിപ്പിങ്സ് നമ്മൾ എഡിറ്റ് ചെയ്ത് കയറ്റുമ്പോഴാണ് ഈ റീയൂസ്ഡ് കണ്ടൻറ്റ് വരുന്നത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കോപ്പിറൈറ്റ്, ചില മ്യൂസിക് നമ്മൾ വേറെ ആളുകളുടെ മ്യൂസിക്കൊക്കെ എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ അതിനും വരും റീയൂസ്ഡ് കണ്ടൻറ്റ് അല്ല, കോപ്പിറൈറ്റ് വരും. കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. പക്ഷേ ഈ റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ തന്നെ ഇല്ലാതാവും. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോസ് ഓരോന്ന് ചെയ്യുന്നതുകൊണ്ട് അതുണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഇപ്പോൾ 1000 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോകണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ വേറെ ആരെയും ദ്രോഹിക്കുന്ന രൂപത്തിലുള്ള വീഡിയോസൊന്നും ചെയ്യാറില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ട്രോളും, ആ ട്രോളിലൊക്കെ എന്ന് പറഞ്ഞാൽ ആർക്കും വേദനിക്കുന്ന രൂപത്തിലുള്ള ട്രോളുകളൊന്നും ചെയ്യില്ല. തമാശ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിടുന്നല്ലാതെ ആർക്കും മറ്റുള്ള രീതിയിലുള്ള ട്രോളൊന്നും ഞാൻ ഇടാറില്ല. അപ്പോൾ ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2025 ആയി കഴിഞ്ഞപ്പോൾ ഒരുപാട് ക്രൈറ്റീരിയയിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇനി മോണിറ്റൈസേഷൻ ആകുമ്പോൾ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഞാൻ നോക്കിയിട്ട് 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവർ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് 3000 വാച്ച് അവർ വന്നു കഴിഞ്ഞാൽ ഏകദേശം 2-3 ഓപ്ഷൻസ് ഓപ്പൺ ആവും. സൂപ്പർ ചാറ്റ്, ഷോപ്പിംഗ്, അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ സമയത്തും നമ്മൾ ചെയ്തു വയ്ക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 4000 വാച്ച് അവർ ആവുന്നതിന് മുമ്പ് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ചാനലിന് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ നമുക്കത് അപ്പീൽ പോയിട്ട് നമുക്കത് വീണ്ടും ചെയ്യാൻ പറ്റും. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ പരമാവധി ആരും അടുത്ത വീഡിയോസ് എടുത്തിട്ട് കട്ട് ചെയ്ത് ഇതിനകത്ത് ഇടാതിരിക്കുക. പിന്നെ ഈ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അത് നമ്മളുടേതായ ക്രിയേറ്റിവിറ്റി അതിനകത്ത് കൊണ്ടുവരുമ്പോൾ അതിനൊന്നും യൂട്യൂബ് അത്ര പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് അറിയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ നല്ല വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇനി അതുകൂടാതെ ഞാൻ അടുത്ത മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പാട്ടുകളൊക്കെ ചെയ്യാനുണ്ട്. പക്ഷേ അതൊന്നും ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പാട്ടുകൾ ഇടാത്തത്. പിന്നെ ഞങ്ങളുടെ തന്നെ വേറൊരു ചാനലുള്ളതുകൊണ്ട് അതിനകത്ത് കംപ്ലീറ്റ് പാട്ടുകൾ തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യണത്. അതിൻ്റെ പേര് വിവൈ മീഡിയ എന്നാണ്. അത് ഞാനും കലാഭവൻ സുധീം തമ്മിൽ ഉള്ള ഒരു ചാനലാണ്. അപ്പോൾ ഞങ്ങൾ അതിലാണ് ഇപ്പോൾ പാട്ടുകളൊക്കെ
അപ്ലോഡ് ചെയ്യണം. നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് സെർച്ച് ചെയ്താൽ അറിയാം, വിവൈ മീഡിയ. അതിനകത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ പാട്ടുകളും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 6-ാം തീയതി മണിച്ചേട്ടൻ്റെ പേരിലൊരു പാട്ട് നമ്മളെല്ലാ വർഷം ഇറക്കണതാണ്. പക്ഷേ ഈ വർഷം അത് ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടയിൽ 2 പാട്ട് ഈ കഴിഞ്ഞ മാസം 2 പാട്ട് അടുപ്പിച്ച് ചെയ്തു. അതിലൊന്ന് തഴുത്തല ഗണപതി, അതുപോലെ തന്നെ വേറൊരു ശ്രീഭൂതനാഥൻ എന്ന് പറഞ്ഞിട്ട് 2 ഡിവോഷണൽ സോങ് ചെയ്തു. അത് ചെയ്തപ്പോൾ ഈ മാർച്ച് 6-ാം തീയതിയിലത്തത് നമ്മൾ നിന്നുപോയി. ഇനിയിപ്പോൾ വരാനുള്ള പാട്ടുകളൊക്കെ നല്ല നല്ല പാട്ടുകളാണ്. മെലഡി ഉണ്ട്, അതുപോലെ തന്നെ ഒരു പഴയ പാട്ടുകളുടെ ശൈലിയിലുള്ളൊരു പാട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളെ കോമഡി ഷോയിലൊക്കെ ഉള്ളൊരു പേര് ഞാൻ മറന്നുപോയി, അവരാണ് അതിൻ്റെ പാട്ട് പാടുന്നത്. പിന്നെ ഓണത്തിൻ്റെ ഒരെണ്ണമുണ്ട്. അങ്ങനെ 3-4 പാട്ട് ഇനി വരാനുണ്ട്. അതൊക്കെ വിവൈ മീഡിയയിൽ കൂടി ഇനി വരിക. ചിലപ്പോൾ ഇതിൽ കൂടി ഇടാനും ചാൻസ് ഉണ്ട്. അത് ഞാൻ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ യൂട്യൂബർമാരായിട്ട് വരുന്ന പുതിയ ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം മുതൽ നല്ല നല്ല കണ്ടൻറ്റുകൾ നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഓൺ വോയിസിൽ ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അധികം പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഈ തേർഡ് പാർട്ടി മ്യൂസിക്കുകൾ യൂസ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം. പല പല ആപ്പുകളിൽ ഒരുപാട് മ്യൂസിക്കുകൾ വരുന്നുണ്ട്. അതിൽ നല്ലത് യൂട്യൂബിൻ്റെ തന്നെ ലൈബ്രറിയിൽ കയറിയിട്ട് നല്ല മ്യൂസിക് നമുക്ക് ഇഷ്ടമുള്ളത് ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം വരില്ല. യൂട്യൂബ് ലൈബ്രറിയിൽ നമ്മളെ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെയുള്ള ഇതുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം പ്രശ്നമില്ലാതെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞാനിപ്പോൾ ഇനിയിപ്പോൾ 1 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഏപ്രിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഒന്നാമത്തത് നോയമ്പൊക്കെ ആയതുകൊണ്ട് തീരെ സമയം കിട്ടില്ല. ജോലിയുടെ തിരക്കുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള വീഡിയോസൊന്നും അധികം ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ഓരോ വിഷയങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം കണ്ടെത്തി അതിന് അനുയോജ്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇനിയിപ്പോൾ മോണിറ്റൈസേഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2000 വാച്ച് അവറും കൂടി നമുക്ക് തികയണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്ക് ഇനി മോണിറ്റൈസേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇവനെന്തിനാ എപ്പോഴും മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരുപാട് കാശുണ്ടാക്കാനോ അങ്ങനെയുള്ളതൊന്നുമല്ല. നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ സഹായങ്ങൾ ചെയ്യാറുണ്ട്. നമുക്ക് അതിനകത്ത് കിട്ടുന്ന വരുമാനത്തിൽ നമ്മൾ ഇപ്പോൾ കുടുംബത്തിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, നല്ല നല്ല കുറേ പാട്ടുകൾ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. നമ്മളിലുള്ള കഴിവുകൾ എന്താണെന്ന് നമ്മൾ നാട്ടുകാരെ കാണിക്കുക. അതിനിപ്പോൾ ഒരു പ്രൊഡ്യൂസറായിട്ട് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആൽബം ചെയ്യാനൊന്നും ഒരു പ്രൊഡ്യൂസറും മുന്നോട്ട് വരത്തില്ല. ആദ്യമൊക്കെ ഒരു ആൽബം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ വന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ആരും കാശും മുടക്കില്ല. അപ്പോൾ ഞങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഇങ്ങനെ പാട്ടുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും കൂടി ഒരു ഇതാണല്ലോ. അപ്പോൾ നല്ല നല്ല പാട്ടുകൾ ചെയ്യാൻ എനിക്ക് കഴിയും. ഇതിനു മുമ്പ് ചെയ്തതൊക്കെ ഈ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. ഇത് പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ വീണ്ടും പറയണം, നിങ്ങൾ തന്ന സപ്പോർട്ടാണ് ഇത്രയും വരെ എത്തിയത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, ചെറിയ കോമഡി പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പക്ഷേ നോമ്പ് കഴിഞ്ഞാലേ നടക്കുള്ളൂ. എന്നാൽ വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്തുള്ളത്, പുള്ളിക്ക് നോയമ്പായതുകൊണ്ട് പുള്ളി ഇങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏകദേശം നോയമ്പൊക്കെ കഴിയുമ്പോൾ നമ്മൾ അത് ചെയ്യും. പിന്നെ ഞാനിപ്പോൾ ഈ പറയുമ്പോൾ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും സൗണ്ടിന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകിൽ വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് അവിടെ നിന്നുള്ള സൗണ്ടുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഓഫീസിലായതുകൊണ്ടാണ് ഇവിടെ ഇരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. റൂമിലാണെന്നുണ്ടെങ്കിൽ നല്ല സൗണ്ട് വരുന്നുണ്ട്. പക്ഷേ റൂമിലാണെങ്കിൽ ഇത്ര സൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കാം. പിന്നെ ഇന്നലെ മിനിയാന്ന് കിട്ടിയ വീഡിയോ, മണിച്ചേട്ടൻ്റെ വീഡിയോ, അതുപോലെ സുധീനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമ്മളോട് പറയുക. അപ്പോൾ ഇനി ഏകദേശം നല്ല നല്ല വീഡിയോകളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ യൂട്യൂബർമാർക്ക് എന്നിൽ ഉള്ള ചെറിയ കഴിവുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.